മുസ്ലിം സംഘടനകൾക്കിടയിൽ, മുസ്ലിം പേരുള്ള സംഘടനകൾക്കിടയിൽ, ഏത് സംഘടനകൾക്കിടയിലും എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളല്ലാത്ത ഏത് സംഘടനകൾക്കിടയിൽ നിന്നും RSSുമായിട്ട് ഏറ്റവും അടുത്തിടപഴകുന്ന സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അത് ജമാഅത്തെ ഇസ്ലാമിയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ച അന്ന് മുതൽ ഇന്ന് വരെ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലും അതുപോലെ അമുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ അമുസ്ലിം ഭരണഘടന അനുസരിച്ചിട്ടുള്ള ഭരണ സംവിധാനത്തെ കൂടുതൽ ന്യായീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിലും അപ്പുറം ജമാഅത്തെ ഇസ്ലാമിയുടെ മലയാളത്തിൽ ഇറങ്ങുന്ന പ്രബോധനം വാരികയടക്കം മറ്റു പല പുസ്തകങ്ങളിലും RSSുമായിട്ട് ജമാഅത്തെ ഇസ്ലാമി നിരന്തരം സമ്പർക്കം പുലർത്തിയതായിട്ടും അവർ എഴുതി വച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് 1992 പ്രബോധനം ജമാഅത്തെ ഇസ്ലാമിയുടെ 50ാം വാർഷിക പതിപ്പിൽ ജമാഅത്തെ ഇസ്ലാമി എഴുതുന്നു, RSSുമായി അടിയന്തരാവസ്ഥക്ക് മുമ്പ് യാതൊരു തരത്തിലും ബന്ധപ്പെട്ടിരുന്നില്ല എന്ന് വേണം പറയാൻ. എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി അടിയന്തരാവസ്ഥക്ക് മുമ്പ് RSSുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്ന് വേണം പറയാൻ. എന്നാൽ അടിയന്തരാവസ്ഥയിൽ ജമാഅത്ത് പ്രവർത്തകർ ജയിലടക്കപ്പെട്ടപ്പോൾ RSSന്റെ 100 കണക്കിന് പ്രവർത്തകരും നേതാക്കളും സഹതടവുകാരുണ്ടായിരുന്നു. ഇതുമൂലം പ്രസ്തുത സംഘടനയുടെ എല്ലാ തട്ടുകളിലും പെട്ട ആളുകളുമായി അടുത്തു കാണുവാനും വളരെ വിശദമായി പരസ്പരം മനസ്സിലാക്കുവാനും അവസരം ലഭിച്ചു. ജയിലിൽ വെച്ച് ജയിൽ മോചനത്തിനു ശേഷം അവരുടെ പത്രങ്ങളുടെയും അവർ ജമാഅത്തിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ഈ ബന്ധം കാരണമായി. എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളും RSSന്റെ നേതാക്കളും ജയിലിൽ വെച്ച് പരിചയപ്പെടുകയും പിന്നീട് നല്ല ബന്ധത്തിലൂടെ മുന്നോട്ട് പോകുകയും RSS പത്രത്തിൽ ജമാഅത്തിനെ കുറിച്ച് നല്ല വാർത്തകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെ RSS ജമാഅത്തിനെ കുറിച്ചുള്ള ബന്ധം, RSSും ജമാഅത്തും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ച് അവസാനം ഈ ലേഖനത്തിൽ പറയുന്നു, എന്നാൽ പരസ്പരം അടുത്തു മനസ്സിലാക്കി ശത്രുതയുടെ അന്തരീക്ഷം മാറ്റിയെടുക്കുകയും രാജ്യനിവാസികളുടെ പൊതുക്ഷേമത്തിന് സഹകരണം തേടുകയുമായിരുന്നു ജമാഅത്ത് RSSുമായി ചില തലങ്ങളിൽ പുലർത്തിയ ബന്ധത്തിന്റെ സാരാംശം എന്നതായിരുന്നു വാസ്തവം. അപ്പൊ RSSുമായി ജമാഅത്ത് ചില തലങ്ങളിൽ ബന്ധം പുലർത്തിയിട്ടുണ്ട് എന്ന് ജമാഅത്തിന്റെ ഔദ്യോഗിക പത്രമായ പ്രബോധനം വാരിക 1992 തന്നെ എഴുതുന്നു. എന്നിട്ട് ശേഷം എഴുതുന്നു, ജമാഅത്ത് അമീറും മറ്റു നേതാക്കളും ഇക്കാര്യം പലതവണ വ്യക്തമാക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ RSSുമായിട്ടുള്ള ബന്ധം അത് ഒളിച്ചു വെക്കാൻ ഞങ്ങളില്ല, അത് പലതവണ അമീർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക മുഖപത്രമായ പ്രബോധനത്തിൽ തന്നെ പറഞ്ഞു. പ്രബോധനത്തിൽ തന്നെ 1978 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയും മുമ്പ് 1978 പ്രബോധനത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ എഴുതി, ഹിന്ദുക്കളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളും RSSന്റെ നേതാക്കളും തമ്മിൽ ഒരു ചർച്ച നടന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ മധ്യപ്രദേശിലെ ഏറ്റവും മുതിർന്ന അമീറുമാരും RSSന്റെ നേതാക്കളും തമ്മിലുള്ള ഒരു ചർച്ചയെക്കുറിച്ച് പറഞ്ഞിട്ട് പ്രബോധനം പറയുന്നു, മലയാളത്തിൽ തന്നെ പറയുന്നു, ഹിന്ദുക്കളുടെ ഇടയിൽ ജമാഅത്തിനെ പരിചയപ്പെടുത്താൻ ശ്രമിച്ചാൽ അവർക്ക് അതിൽ വിശ്വാസം വരാൻ പ്രയാസമാണ്. കാരണം ജമാഅത്ത് പുറത്ത് ഹിന്ദു വിരുദ്ധത പ്രകടിപ്പിച്ച് നടക്കുന്ന ഒരു സംഘടനയാണ്. അത്തരം നേരത്തെ വിഷയാവതരണത്തിൽ അതിലേക്കൊരു സൂചന നൽകിയിട്ടുണ്ട്, ഞാൻ അതിലേക്ക് വരാം. എന്നാൽ RSSനെ കുറിച്ച് മുസ്ലിങ്ങളോട് പറയുകയാണെങ്കിലും അവർ അത് ശ്രദ്ധിക്കാൻ പ്രയാസമാണ്. RSSനോട് മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞാൽ RSS അത് മെയിൻറ്റെയിൻ ചെയ്യൂല. അതിന് മാത്രമല്ല, ആരെങ്കിലും അതിന് തുനിഞ്ഞിറങ്ങിയാൽ ഇരുവൃത്തങ്ങളിലും അവർ അനഭിമതരായി തീരുകയും ചെയ്യും. അപ്പൊ RSSനെ കുറിച്ച് മുസ്ലിം സമൂഹത്തിൽ നല്ലത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്ക് നല്ല പിള്ള ചമയാൻ അല്ലെങ്കിൽ നല്ല മുഖം കിട്ടൂല എന്നർത്ഥം. ഈ സ്ഥിതി വിശേഷത്തിന് ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ RSSന്റെ മുഖം മുസ്ലിം സമൂഹത്തിൽ നല്ല നിലക്കാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെഴുതുന്നു, പ്രാഥമികമായി 2 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് ഇനാമുർ റഹ്മാൻ ഖാൻ സാഹിബ് പറഞ്ഞു. ഇനാമുർ റഹ്മാൻ ഖാൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ മധ്യപ്രദേശ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാണ്. ഒന്നാമതായി ഈ വിഷയത്തിൽ താനും സംസ്ഥാന തലത്തിലുള്ള RSSന്റെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും വ്യക്തിയും തമ്മിൽ എഴുത്തുകുത്തുകൾ നടത്തുക. ഈ എഴുത്തുകുത്തുകൾ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെടണം എന്ന് പറഞ്ഞ് വളരെ ദീർഘമായി
RSSും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ആ വളരെ വലിയ ബന്ധം പ്രബോധനം വാരികയിൽ തന്നെ മലയാളത്തിൽ വന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമാണ് RSSും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധം എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കാരണം 1992 ബാബറി മസ്ജിദ് പൊളിച്ചു. എന്നാണ് ബാബറി മസ്ജിദ് പൊളിച്ചത്? നമുക്കൊക്കെ അറിയാം, ഡിസംബർ 6. അവിടുന്ന് അങ്ങ് 4 മാസം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 5 മാസം കഴിഞ്ഞപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ ഇന്ത്യ മൊത്തം RSSനെയും BJPയെയും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ ശ്രമിച്ചത്, അന്ന് RSSന് ഇന്ത്യയിൽ ഭരണമില്ല, കേവലം 2 MP-മാരാണുള്ളത്, എവിടെയും അവർക്കൊരു സ്വാധീനമല്ല, ലോകം മൊത്തം ഇന്ത്യ മൊത്തം RSSനെ വെറുത്ത ഒരു സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ എന്താ ചെയ്തത്? ഡൽഹിയിലെ അശോക റോഡിലുള്ള RSSന്റെ ഓഫീസ്, BJPയുടെ ഓഫീസ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട മുഴുവൻ അമീർമാരും ജനറൽ സെക്രട്ടറിയും അമീറും ഒക്കെ പോയി സന്ദർശിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് മഗ്രിബ് നിസ്കാരം നിസ്കരിച്ച് ഇനിയും ചർച്ചയ്ക്ക് വരും എന്നുള്ള വാഗ്ദാനവും നൽകിയിട്ടാണ് പിരിഞ്ഞുപോയത്. അത് അന്നത്തെ 1993 മെയ് 27 പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. ഉദാഹരണമായിട്ട് ഖലീജ് ടൈംസ് എന്ന് പറയുന്ന പത്രം, അത് ഇംഗ്ലീഷ് പത്രമാണ്, അവർ വലിയ അക്ഷരത്തിൽ കൊടുത്തു ജമാഅത്ത് BJP ടോക്സ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊടുത്തിട്ട് അവർ എഴുതുകയാണ്, In an unusual development, office bearers of the banned Jamaat Islami party have begun interactions with the Bharatiya Janata Party BJP on some broad issues of Hindu-Muslim relations. എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ BJP നേതാക്കളുമായിട്ട് ചർച്ചയ്ക്ക് പോയി. എന്നിട്ടോ the Jamaat leaders even want to explore the possibility of joint campaigns with the BJP, apparently to foster communal harmony. ഇന്ത്യയിലെ മതേതരത്വത്തിൻ്റെ പ്രതീകമായ ബാബറി മസ്ജിദ് പൊളിച്ച് 4 മാസം കഴിഞ്ഞപ്പോഴേക്കും ജമാഅത്തെ ഇസ്ലാമി ചെയ്തത് BJP നേതാക്കളെ പോയി അവരുടെ ഓഫീസിൽ പോയി സന്ദർശിച്ച് ഇവിടെ കമ്മ്യൂണൽ ഹാർമണി, സാമുദായിക സൗഹാർദ്ദം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് BJPയുമായിട്ട് എങ്ങനെ കൂട്ടുകൂടാം എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്തു എന്നാണ് പത്രം പറയുന്നത്. ഈ റിപ്പോർട്ടിൽ ജമാഅത്ത് അമീറും അതുപോലെ ജമാഅത്തിൻ്റെ സെക്രട്ടറിമാരും ഒക്കെ BJPയോടുമായി, അടൽ ബിഹാരി വാജ്പേയി തുടങ്ങിയ BJP നേതാക്കളുമായി ചർച്ച നടത്തിയതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞ് അവസാനം പറയുന്നു, ഇറ്റ് വാസ് നിയർ ഈവനിങ് പ്രയർ ടൈം. അതൊരു സന്ധ്യാനിസ്കാരത്തിൻ്റെ സമയമായിരുന്നു. when the informal consultation concluded. അനൗപചാരിക ചർച്ച കഴിഞ്ഞപ്പോൾ മഗ്രിബ് നിസ്കാരത്തിന് സമയമായി. The Jamaat leaders in fact performed namaz in the BJP headquarters on Ashoka Road before dispersing, according to the report. റിപ്പോർട്ട് അനുസരിച്ച് ജമാഅത്ത് നേതാക്കന്മാർ BJP ഓഫീസിൽ നിന്ന്, BJPയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നിന്ന് പിരിയുന്നതിൻ്റെ മുമ്പ് BJPയുടെ ഓഫീസിൽ വെച്ച് മഗ്രിബ് നിസ്കാരവും നിസ്കരിച്ചു. അക്കോർഡിംഗ് ടു മിസ്റ്റർ മൽക്കാനി എന്ന് പറഞ്ഞാൽ അന്ന് BJPയുടെ വലിയ നേതാവാണ്. The Jamaat leaders have indicated that they would like to have further consultation. ഇനിയും ഞങ്ങൾ ചർച്ചയ്ക്ക് വരും, ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പത്തിൽ ആവേണ്ടതുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് ലീഡേഴ്സ് അവിടുന്ന് RSSന്റെ BJPയുടെ ഓഫീസിൽ നിന്ന് പിരിഞ്ഞു പോയത് എന്ന് അന്നത്തെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് BJP RSSുമായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കുള്ള ബന്ധമാണ്. യഥാർത്ഥത്തിൽ നേരത്തെ വിഷയാവതരണത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ RSS മതരാഷ്ട്രവാദം സ്ഥാപിക്കാൻ RSSന് ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രചോദനം നൽകിയത് ആരാണ്? അത് ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ്. മൗലാന മൗദൂദി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ, അദ്ദേഹം ഒരിക്കൽ പാകിസ്ഥാനിൽ ഒരു കേസിൽ കുടുങ്ങി. 1953 മൗദൂദി മരിക്കുന്നതിൻ്റെ 25 വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചാബിൽ ഖാദിയാനികൾക്കെതിരെ ഒരു പ്രക്ഷോഭമുണ്ടായി. കുറച്ച് ഖാദിയാനികൾ അവിടെ കൊല്ലപ്പെട്ടു.
ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പഞ്ചാബിലെ ഒരു കോർട്ട് ഒരു കമ്മീഷൻ നിയമിച്ചു. ആ കമ്മീഷന്റെ പേരാണ് മുനീർ കമ്മീഷൻ എന്ന് പറയുന്നത്. വളരെ പ്രശസ്തമായ കമ്മീഷനാണ്. ഇന്നും പാകിസ്ഥാന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഈ മുനീർ കമ്മീഷൻ റിപ്പോർട്ട് നമുക്ക് ലഭ്യമാണ്. 390-ലധികം പേജുള്ള ആ മുനീർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ 228-ാമത്തെ പേജിൽ മൗലാന മൗദൂദി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഇന്ത്യ മഹാരാജ്യത്തിലെ മുസ്ലിങ്ങളെ വഞ്ചിച്ചതിൻ്റെ വളരെ നഗ്നമായ ചിത്രം വരച്ചിടുന്നുണ്ട്. ഇന്നും 1954 പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ട് 70 വർഷത്തോളമായിട്ട് ഇന്നും വെബ്സൈറ്റിലുണ്ട്. ഇതാർക്കും നിഷേധിക്കാൻ കഴിയൂല. അതിൽ കമ്മീഷൻ മൗലാന മൗദൂദിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇഫ് വി ഹാവ് ദിസ് ഫോം ഓഫ് ഇസ്ലാമിക് ഗവൺമെന്റ് ഇൻ പാകിസ്ഥാൻ, പാകിസ്ഥാനിൽ നിങ്ങൾ പറയുന്ന പോലത്തെ ഒരു ഇസ്ലാമിക് ഗവൺമെന്റ് ഉണ്ടായാൽ, വിൽ യു പെർമിറ്റ് ഹിന്ദുസ് to base their constitution on the basis of their own religion? ഹിന്ദുക്കളെ അവരുടെ മതത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഭരണഘടന അനുസരിച്ച് ഇന്ത്യ ഭരിക്കാൻ താങ്കൾ സമ്മതിക്കുമോ എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ ഒരു ഭരണഘടന അനുസരിച്ച് ഭരിക്കാൻ താങ്കൾക്ക് സമ്മതമുണ്ടോ എന്ന ചോദ്യത്തിന് മൗലാന മൗദൂദി പറയുന്ന ഉത്തരം, പാകിസ്ഥാനിൽ നിന്ന് അദ്ദേഹം പറയുന്ന ഉത്തരം, സെർട്ടൈൻലി, തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഹിന്ദുക്കൾ അവർക്ക് ഹിന്ദു മതം അനുസരിച്ച് ഒരു ഹിന്ദു രാജ്യം പണിയാനുള്ള എല്ലാ സമ്മതവും എൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ അയാൾ നിർത്തുന്നില്ല. ഐ ഷുഡ് ഹാവ് നോ ഒബ്ജക്ഷൻ, എനിക്കൊരു എതിർപ്പുമില്ല. ഇഫ് ദ മുസ്ലിംസ് ഓഫ് ഇന്ത്യ ആർ ട്രീറ്റഡ് ഇൻ ദി ഫോം ഓഫ് ഗവൺമെന്റ്, ആ ഗവൺമെന്റിൽ, ഇന്ത്യയിൽ രൂപീകരിക്കാൻ പോകുന്ന ഹിന്ദു ഗവൺമെന്റിൽ മുസ്ലിങ്ങളെ പരിഗണിക്കപ്പെടുന്നത് എങ്ങനെ പരിഗണിക്കപ്പെടുന്നത്? ആസ് ശൂദ്രാസ് ആൻഡ് മാലിഷ്യസ്, അവരെ ശൂദ്രന്മാരെ പോലെ. ഹിന്ദു കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയിലെ ഏറ്റവും താഴ്ന്ന വിഭാഗക്കാരാണ് ശൂദ്രന്മാർ. ഈ ശൂദ്രന്മാരെ പോലെയും മ്ലേച്ഛന്മാരെ പോലെയും ഹിന്ദു രാജ്യത്ത് മുസ്ലിങ്ങളെ, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പരിഗണിക്കപ്പെടുന്നതിൽ കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ആൻഡ് മനൂസ് ലോസ് ആർ അപ്ലൈഡ് ടു ദം, മനുവിൻ്റെ, ഹിന്ദുക്കളുടെ ഏറ്റവും ഔദ്യോഗിക ഗ്രന്ഥമായ മനുവിൻ്റെ ലോ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതും എനിക്കൊരു പ്രശ്നമില്ല. ഡിപ്രൈവിംഗ് ദം ഓഫ് ആൾ ഷെയർസ് ഇൻ ദി ഗവൺമെന്റ് ആൻഡ് ദി റൈറ്റ്സ് ഓഫ് എ സിറ്റിസൺ, ഒരു പൗരത്വത്തിനുള്ള അവകാശം പോലും അവർക്ക് നിഷേധിക്കപ്പെട്ടും ഗവൺമെന്റിലുള്ള മുഴുവൻ വിഹിതങ്ങളും നിഷേധിക്കപ്പെട്ടും മുസ്ലിങ്ങളെ ശൂദ്രന്മാരും മ്ലേച്ഛന്മാരുമായി കണക്കാക്കുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് മൗലാന മൗദൂദി 1954 മുനീർ കമ്മീഷന് മൊഴി നൽകുകയാണ്. അന്ന് തന്നെ 1954 മേയിൽ തന്നെ മുനീർ കമ്മീഷൻ ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുകയാണ്. In fact, such a state of affairs already exists in India. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വക ഒരു കളവും കൂടി കൂട്ടുന്നു. ഇപ്പം ഇന്ത്യയിൽ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം 25 വർഷം മൗലാന മൗദൂദി ഈ ലോകത്ത് ജീവിച്ചു. അദ്ദേഹം ഈ 25 വർഷത്തിൻ്റെ ഇടയിൽ ധാരാളം പുസ്തകങ്ങൾ എഴുതി, ലേഖനങ്ങൾ എഴുതി, പ്രഭാഷണങ്ങൾ നടത്തി. എവിടെയും അദ്ദേഹം ഇതിനെ തിരുത്തി പറഞ്ഞിട്ടില്ല. അതേസമയം ഈ അടുത്ത് ജമാഅത്തിന്റെ ഒരു നേതാവ് തന്നെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ന്യായീകരിക്കുന്നത് നജാത്തുള്ള സിദ്ദീഖി എന്ന് പറയുന്ന ഉത്തരേന്ത്യക്കാരനായ ജമാഅത്തിന്റെ ഒരു നേതാവിനോട് മൗദൂദി പറഞ്ഞുപോൽ ഇതിൽ പറഞ്ഞതൊന്നും ശരിയില്ല. നമുക്ക് ചോദിക്കാനുള്ളത്, ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം 25 വർഷം മൗദൂദി ജീവിച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഈ റിപ്പോർട്ട് സമൂഹത്തിൽ ഉണ്ടായിരിക്കെ മൗദൂദിയുടെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ, മൗദൂദിയുടെ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ മൗദൂദി ഇത് നിഷേധിക്കാൻ തയ്യാറായോ എന്നുള്ളതാണ്. എന്നിട്ട് ഇക്കാലഘട്ടത്തിൽ അതിന് ചില ന്യായീകരണങ്ങൾ കണ്ടെത്തി മൗദൂദി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മൗദൂദി മരിച്ചതിന് ശേഷം പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഒരൊറ്റ കാര്യവും കൂടി ഞാൻ ഇതേ പേജിൽ തന്നെ മിയാൻ തുഫൈൽ മുഹമ്മദ് എന്ന് പറയുന്ന പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിൽക്കാല അമീറായിരുന്ന അദ്ദേഹം മരിച്ചത് 2009 ജൂണിലാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തോട് കമ്മീഷൻ ചോദിക്കുന്നു, വാട്ട് ഈസ് ദ പോപ്പുലേഷൻ ഓഫ് മുസ്ലിംസ് ഇൻ ദി വേൾഡ്? മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ ലോകത്ത് എത്രയാണ്? അദ്ദേഹം മറുപടി പറയുന്നു, 50 crores, 50 കോടി.
എന്നിട്ട് കമ്മീഷൻ ചോദിക്കുന്നു, ഇഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് മുസ്ലിംസ് ഓഫ് ദ വേൾഡ് ഈസ് 50 crores ആസ് യു സേ ആൻഡ് ദ നമ്പർ ഓഫ് മുസ്ലിംസ് ലിവിംഗ് ഇൻ പാകിസ്ഥാൻ, സൗദി അറേബ്യ, യമൻ, ഇന്തോനേഷ്യ, ഈജിപ്ത്, പേർഷ്യ, സിറിയ, ലെബനാൻ, Transjordan, Turkey and Iraq does not exceed 20 crores, will not the result of your ideology be to convert 30 crores of Muslims in the world into havers, woods and drawers of water? ലോകത്ത് മൊത്തം 50 കോടി മുസ്ലിങ്ങളാണ്. ഇപ്പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രങ്ങളിലെല്ലാം കൂടിയും 20 കോടി മുസ്ലിങ്ങളെ ഉള്ളൂ. ബാക്കിയുള്ള 30 കോടി മുസ്ലിങ്ങളും വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ ന്യൂനപക്ഷങ്ങളായി ജീവിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന ആശയം അനുസരിച്ച് അവരൊക്കെ വെള്ളം കോരികളും മരം വെട്ടുകാരും മാത്രമായി പരിണമിക്കൂലേ എന്ന് പാകിസ്ഥാനിലെ മിയാൻ തുഫൈൽ മുഹമ്മദ് എന്ന് പറയുന്ന ഔദ്യോഗിക നേതാവിനോട് മുനീർ കമ്മീഷൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, മൈ ഐഡിയോളജി ഷുഡ് നോട്ട് അഫക്ട് ദെയർ പൊസിഷൻ. അവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല, എൻ്റെ ഐഡിയോളജി അവരുമായിട്ടൊന്നും ബന്ധപ്പെടുന്നതല്ല, ഞാൻ പറയാനുള്ളത് ഞാൻ പറയും എന്നർത്ഥം. ശേഷം കമ്മീഷൻ വീണ്ടും ചോദിക്കുന്നു, ഈവൻ ഇഫ് ദേ ആർ സബ്ജക്റ്റഡ് ടു ഡിസ്ക്രിമിനേഷൻ ഓൺ റിലീജിയസ് ഗ്രൗണ്ട്സ് ആൻഡ് ഡിനൈഡ് ഓർഡിനറി റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ്, അവരുടെ പൗരത്വം നിഷേധിക്കപ്പെടുന്ന ഒരു രീതിയിലെത്തി. അവർക്ക് മതപരമായിട്ടുള്ള മുഴുവൻ വിവേചനങ്ങളും അവരോട് കൽപ്പിക്കപ്പെട്ടു. ഇന്ത്യയിലടക്കമുള്ള മതന്യൂനപക്ഷങ്ങളെ പൗരത്വം നിഷേധിക്കപ്പെടുന്ന ഒരു ലെവലിലെത്തിയാൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ലേ? അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി യെസ് എന്നാണ്, എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ മതരാഷ്ട്രവാദത്തെ, RSSന്റെ അജണ്ടകളെ ലോകത്ത് മുസ്ലിം സമുദായത്തിനിടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും RSSന് വേണ്ടിയിട്ട് പണിയെടുക്കുകയും ചെയ്ത ഏക മുസ്ലിം സംഘടന അതുണ്ടെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രമാത്രം ആണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.